എടാ നീ എന്റെ ചതയ നക്ഷത്രം ഒന്ന് വായിച്ചേ. ചതയോ? ചതയം. ധനനഷ്ടം, മാനഹാനി, ബന്ധുജനങ്ങളുടെ അപ്രീതി, ഉദരരോഗം, മൂലക്കുരു എന്നീ വ്യാധികൾക്ക് സാധ്യത. ഇതിനേക്കാളും ഇവര് മരിക്കുമെന്ന് എഴുതിയാ പോരാ. നമസ്കാരം. ആൾത്ര എന്ന ഈ ഒരു റൂമില് നമ്മുടെ അജി ബ്രദറും രാജേഷ് ബ്രദറും തമ്മില് ക്രിസ്ത്യാനിറ്റി അല്ലെ ക്രിസ്തുമതം ഒരു പുസ്തക മതമോ എന്നൊരു സബ്ജക്റ്റിലാണ് ഇന്നത്തെ നമ്മള് ഡിബേറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. വെള്ളി ശനി ദിവസങ്ങൾ ഉത്തമം ആയി കാണുന്നില്ല. ഇന്നേതാ ദിവസം? ശനി. ബഹുമാനപ്പെട്ട എന്റെ എതിർ സംവാദകൻ രാജേഷ് ബ്രദർ, ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. ചർച്ച വന്നതിന്റെ കാരണം ശ്രീ ഫഹദ് പുരയിലുമായിട്ട് ഞാൻ നടത്തിയ ഒരു ചർച്ചയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഈ ചർച്ച വന്നിരിക്കുന്നത്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അപ്പൊ അതിൽ നടത്തിയ ഒരു പാസീവായിട്ടുള്ള ഒരു പ്രസ്താവന, ക്രിസ്ത്യാനിറ്റി ഒരു പുസ്തക മതമല്ല എന്ന് പറയുന്ന പ്രസ്താവന. എന്താണ് ഈ പുസ്തക മതം? നമുക്ക് ബേസിക്കലി പറയാം, എഴുതപ്പെട്ട ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് സകലതും എന്ന് വന്നാൽ നമുക്ക് വേണമെങ്കിൽ ആ മതത്തെ പുസ്തക മതം എന്ന് പറയാം. ഒറ്റ വാക്കിൽ ആ പ്രവാചകൻ തന്നെ അന്ത്യവാക്കായിട്ട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് വേറൊന്നും തരുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഒരു ബുക്ക് തരുന്നു എന്നുള്ളതാണ്. Whoever obeys the book obeys Allah, and whoever disobeys the book disobeys Allah. Narrated by Abu Huraira, Musnad Ahmad 362, hadith number 8733. അതായത് ക്രിസ്തീയ വിശ്വാസികളെ അവരുടെ മതത്തിനോട് കൂട്ടിക്കെട്ടാനുള്ള ഇസ്ലാമിന്റെ ഒരു പരിശ്രമമാണ്. ക്രിസ്ത്യാനികളും ഞങ്ങളെ പോലെയാണ്. അല്ല, ക്രിസ്ത്യാനികൾ നിങ്ങളെ പോലെ അല്ല. ഒന്ന് എഴുതപ്പെട്ട ടെക്സ്റ്റുകളാണ്, അല്ലെങ്കിൽ കുത്തിക്കെട്ടപ്പെട്ട പുസ്തകമാണ്. വേറൊന്ന് ഈസ് എൻ ഇൻകാർണേഷണൽ റിലേഷൻഷിപ്പ് വിത്ത് ലിവിങ് ക്രൈസ്റ്റ്. കാരണം ഖുറാൻ കത്തിച്ചാൽ ലോകം കത്തും. നമുക്കറിയാലോ, ഖുറാൻ കത്തിച്ചു എന്നും പറഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബൈബിള് കത്തിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയുടെ പ്രശ്നം ഉണ്ടാകുന്നതിൽ കണ്ടല്ല. കാരണം ബൈബിൾ നമ്മളെ സംബന്ധിച്ച് വിഗ്രഹമല്ല. ഇത് ക്രിസ്തു മരിച്ചതിന്റെ പിറ്റേ ദിവസം ഒരു ബുക്ക് എഴുതി കിട്ടിയെന്നോ, മുഹമ്മദിന് കിട്ടിയ പോലെ നൂല ഇറക്കി കിട്ടിയതുപോലെ ഒരു ഗ്രന്ഥം ഇറക്കി അള്ളാഹു കൊടുത്തു എന്നോ ഒന്നും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബ്രദറൻ വിശ്വാസം അനുസരിച്ചും പെന്തക്കോസ് വിശ്വാസം അനുസരിച്ചും അവർ സോളാ സ്ക്രിപ്ചറിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ബൈബിൾ എലോൺ എന്ന് പറയുന്ന വിഷയത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന സോളാ സ്ക്രിപ്ചറ 66 പുസ്തകങ്ങൾ അടങ്ങിയ പുസ്തക സമാഹാരമായ ബൈബിളാണ്. ഇതിനെ പുതിയ നിയമമെന്നും പഴയ നിയമമെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനി വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദു യേശുക്രിസ്തുവാണെങ്കിലും ആ യേശുക്രിസ്തു പോലും തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ജനിച്ചവനാണ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും.
ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ഈ എബ്രായ ലേഖനത്തിൽ പറയുന്ന ഈ ഉടമ്പടി എന്ന് പറയുന്നത് പുതിയ നിയമ ഉടമ്പടിയാണ്. സോളാ സ്ക്രിപ്ചറയിലാണ് വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഞാൻ വാദിക്കുമ്പോൾ അജി പറയുകയാണ് അങ്ങനെയല്ല, അത് പാരമ്പര്യത്തിലാണ്, ലിറ്റർജിയിലാണ് എന്ന് പറയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതിനെ എതിർത്തു. ഇദ്ദേഹം പറഞ്ഞ വളരെ നിശ്ചിതമായ ഒരു നുണ. അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നത് പാരമ്പര്യത്തിൽ നിന്നാണ്. ഞാൻ എവിടെയാ പറഞ്ഞതെന്ന് രാജേഷ് പറയണം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. പിന്നെ ഇദ്ദേഹത്തിന് ഈ ബൈബിൾ എന്താണെന്നും ക്രിസ്ത്യാനിറ്റി എന്താണെന്നും വേണ്ടത്ര ഗ്രാഹ്യമില്ല എന്നും എനിക്ക് മനസ്സിലാവുന്നു. അദ്ദേഹം പറഞ്ഞത് പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ പറ്റി ധാരാളം പ്രവചനങ്ങളുണ്ട്. ഇല്ല എന്ന് ഞാൻ പറഞ്ഞു, ഇല്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ചോദ്യം അതല്ല, ക്രിസ്ത്യാനിറ്റി പുസ്തകം, അതായത് തൂറാനിരിക്കുന്നത് മുതൽ ലൈംഗിക ബന്ധം ചെയ്യുന്നത് വരെ, മാത്രമല്ല നമ്മൾ എത്ര വയസ്സിൽ കൊച്ചുങ്ങളെ കെട്ടാം, ഏത് രീതിയിൽ എത്ര എന്ത് മെഹർ മേടിക്കണം, എങ്ങനെയുള്ളവരെ കെട്ടാം, എന്തൊക്കെ ചെയ്യണം, പിന്നെ എങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്, എങ്ങോട്ട് കിടന്നുറങ്ങണം, എങ്ങോട്ട് ചെന്ന് എഴുന്നേക്കണം, എത്ര തുണിക്ക് എത്ര നീളം വേണം, എവിടെയെല്ലാം തുണി ഇടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളടക്കം പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകത്തെ പറ്റി പറയുമ്പോൾ ഇങ്ങേര് പറയുന്നത് എന്താണ്, ക്രിസ്ത്യാനിറ്റി അതുപോലെ. ക്രിസ്ത്യാനിറ്റി അതിപ്പോ ഇവിടുത്തെ ചർച്ചാ വിഷയം ക്രിസ്ത്യാനിറ്റി പുസ്തകപദമാണോ എന്നുള്ളതാണ്. മനസ്സിലായോ? എനിക്ക് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് വളരെ വിവരമില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, കൃഷ്ണൻകുട്ടി തിരുവട്ടാറിനെ പോലെയും പിന്നെ അജീപോളിന്റെ ഫാദറിനെ പോലെയുള്ളവരും പിന്നെ അങ്ങനെയുള്ള ദൈവദാസന്മാർ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബദറൻ സഭയിൽ ചേർന്നതുകൊണ്ടും പിന്നെ ബദറുകാർ നടത്തുന്ന ബൈബിൾ സ്കൂളിൽ പഠിച്ചത് കൊണ്ടായിരിക്കും അജിക്ക് മനസ്സിലായ അത്രയും ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാതെ പോയത് എന്റെ കുഴപ്പമാണ്. കുട്ടിക്കാലത്ത് കാരണവന്മാര് പള്ളിക്കൂടത്തിൽ പറഞ്ഞു വിടുമ്പോ പറങ്ങാണ്ടി പറക്കാൻ പോയാലിങ്ങനെ എണ്ണി വാടും. കണ്ട് അജി പറഞ്ഞു ഖുർആൻ എന്ന് പറയുന്നത് ഇറ്റേണൽ വചനമാണ്. പക്ഷെ ബൈബിൾ അങ്ങനെ അല്ലെന്ന് ആര് പറഞ്ഞു? 119 സങ്കീർത്തനം 89 വാക്യത്തിൽ പറയും, ദൈവമേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ഇറ്റേണലാണ് ദൈവത്തിന്റെ വചനം, ഇറ്റേണലാണ്. ദൈവത്തിന് ആരംഭമില്ലാത്തതുപോലെ ദൈവവചനവും ഒരു സമയത്തുണ്ടായതല്ല. അപ്പൊ അജി ഖുർആൻ ഇറ്റേണൽ എന്ന് പറയുമ്പോൾ ബൈബിൾ ഇറ്റേണൽ അല്ല എന്നാണ് അജി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ ഇറ്റേണിറ്റിയെ ഖുർആൻ ഇറ്റേണൽ എന്ന് പറഞ്ഞതുകൊണ്ട് ബൈബിൾ ഇറ്റേണൽ അല്ല. അതാര് പറഞ്ഞു ബൈബിൾ ഇറ്റേണൽ ആണെന്ന് പറഞ്ഞു? കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി അവിയല് വെച്ചത് സാമ്പാറായി പോയി. അടുത്ത പ്രാവശ്യം ശ്രമിക്കാം അല്ലേ? യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ആകാശവും ഭൂമിയും മാറിപ്പോയാലും ന്യായപ്രമാണത്തിലെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരില്ല എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ അജി പറയുകയാണ് ബൈബിൾ ഇറ്റേണൽ അല്ലെന്നാണോ? വള്ളിക്കും പുള്ളിക്കും മാറ്റം വരത്തില്ലെന്നാണ് ബൈബിളിൽ പറയുന്നത്. ബൈബിൾ ഇറ്റേണൽ ആണ്. ബൈബിൾ ഇറ്റേണൽ ആണ്. ബൈബിൾ ഇറ്റേണൽ ആണ്. സോളാ സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ്. ആ ദൈവവചനം ഇറ്റേണൽ ആണ്. ഈ ഖുറാനെ കാണുന്നത് പോലെയാണ് അദ്ദേഹം ബൈബിളിനെ കാണുന്നതെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. നമ്മൾ ഇനി ഇങ്ങനെ യോഹന്നാന്റെ ഒന്നിങ്ങനെ വായിക്കണം. ആദിയിൽ ബൈബിൾ ഉണ്ടായിരുന്നു, ബൈബിൾ ദൈവത്തോടു കൂടിയായിരുന്നു, ബൈബിൾ ദൈവമായിരുന്നു. ഞാൻ ചിരിച്ചു പോയനെ. ചർച്ച ചെയ്യുന്നത് ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, ക്രിസ്ത്യ വിശ്വാസത്തിന്റെ അടിസ്ഥാനം പഴയ നിയമ തിരുവെഴുത്തിലാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സോളാ സ്ക്രിപ്ചർ മനസ്സിലാക്കിയിരിക്കുന്നത് ക്രിസ്തീയ വിശ്വാസം എന്നുള്ളത് ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടതാണ്. ആജി ഒരു പെന്തക്കോസ് ബദറൻ അല്ലെങ്കിൽ സോളാ സ്ക്രിപ്ചറെ വിശ്വസിക്കുന്നവരെ തകർക്കുന്ന ഒരു ട്രോജൻ കുതിരയാണ്. പുള്ളിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ കുഞ്ഞപ്പ മാമ. ഇനി കൈപ്പട കുഞ്ഞപ്പന്റെ പേര് നീ എവിടെയെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ ചേട്ടൻ വീണ്ടും വരൂട്ടാ. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു, ഞാനാകട്ടെ സ്വർഗത്തിലെ ദൂതനാകട്ടെ, ഞങ്ങൾ എഴുതി അറിയിച്ചതിന് വിരുദ്ധമായി സംസാരിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ അപ്പോസ്തലന്മാരെ എഴുതി അറിയിച്ച അപ്പോസ്തലിക ഉപദേശത്തിനും ദൈവം അരുളി ചെയ്ത വചനത്തിനുമെതിരെ സംസാരിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എഴുതി അറിയിച്ചെന്നുള്ള വാക്യം എവിടെയാണ്? അതിന്റെ അകത്ത് ആ വാക്യം ഒന്ന് എടുക്ക്. ഈ പച്ചയ്ക്ക് നുണ പറഞ്ഞ എന്തിനാ? താങ്കൾ പല നുണ പറഞ്ഞു, അതിന്റെ ദൂരം പറയണം. ഞങ്ങൾ എഴുതി അറിയിച്ചെന്നുള്ള വാക്യം എവിടെയാണ്? എടുക്ക്. അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കറയിട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകള്ളെ ഇനി ഒരു നിമിഷം നമ്മളിവിടെ നിൽക്കൂല. ഞാനും നിൽക്കൂല. അപ്പൊ ഇസ്ലാം പുസ്തകമായിരിക്കുന്ന പോലെ യേശു ക്രിസ്തു എപ്പോഴെങ്കിലും ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം തരുന്നു എന്ന് പറഞ്ഞ റെഫറൻസ് ഉണ്ടോ? കാരണം ഇസ്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്, മുഹമ്മദിനെ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം തരുന്നു. ക്രിസ്തു എവിടെയെങ്കിലും ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം തരുന്നു എന്ന് പറഞ്ഞായിട്ട് നിങ്ങൾക്ക് റെഫറൻസ് വല്ലതും ഉണ്ടോ? യേശു ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം വന്നു,
തിരുവഴുത്തുകളും പ്രകാരം ജീവിച്ചു, മരിച്ചു, ഇനി വീണ്ടും വരും. ഇത് ആരും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ക്രിസ്തുവിലേക്ക് പോയിന്റ് ചെയ്യുന്നു. നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. അത് അങ്ങനെ, പക്ഷെ അവ എന്നെ പറ്റി സാക്ഷ്യം പറയുന്നു. ഇതാണ് എന്റെ വാദം. ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടതാണ്. ഇസ്ലാമിനെ പോലെ ഒരു പുസ്തക മതമല്ല. പുസ്തകമതം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആഫ്രിക്കയിലൊക്കെ ഉണ്ട്, ഈ മരത്തിന്റെ ഒക്കെ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ചോരയൊക്കെ മരത്തിലോട്ട് ഒഴിച്ച് ഇങ്ങനെ വികൃതമായ ശബ്ദങ്ങൾ കേൾപ്പിക്കുക. പ്രത്യേകിച്ച് അക്ഷരമാലയോ വ്യാകരണമോ കൃത്യമായ വാക്കുകളൊന്നും ഇല്ലാതെ വ്യാക്ഷേപക ശബ്ദങ്ങൾ കൊണ്ടും ആംഗ്യങ്ങൾ കൊണ്ടും അവര് ഭൂതങ്ങളെയും പ്രേതങ്ങളെയും ആത്മാക്കളെയും ഒക്കെ ആരാധിക്കുന്ന പ്രാകൃത മതങ്ങളുണ്ട്. അത് പുസ്തകമതമല്ല. പുസ്തകമതം എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ദാസപ്പൻ കുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന്. ഡോക്ടർ ഒന്ന് നോക്കിക്കേ. പെരുമാറ്റത്തിൽ ഇത്തിരി പ്രശ്നമുണ്ടല്ലോ. ഞാനേ അകത്തൊരാളെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് ഇങ്ങനെ ചികിത്സിച്ചോണ്ടിരിക്ക. അത് കഴിഞ്ഞോട്ടെ. പോകുമ്പം വെള്ളത്തിൽ ചവിട്ടാ സൂക്ഷിച്ചു പോണം. വെള്ളം തൊട്ടാൽ അപകടം. വെള്ളം വെള്ളം കിടക്കുന്നു. വെള്ളം 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 വെള്ളം